ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങിയാലോ? ഞാൻ കുറച്ച് ചിയാ സീഡൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് മുറ്റത്ത് വന്നിരിപ്പുണ്ട്. എൻ്റെ മോൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം അവൻ്റെ സ്വന്തക്കാരെ എടുത്തുകൊണ്ട് പുറത്ത് വന്നിരുന്ന് കുറച്ച് നേരം കളിക്കുക. അവൻ കളിക്കുന്നതും പോരാഞ്ഞിട്ട് എന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുമുണ്ട്, പിന്നെ കഥയും പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എണീറ്റ് വന്ന് ചിയാ സീഡൊക്കെ കുതിർന്നപ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാപ്പി നമുക്കൊരല്പം സ്പെഷ്യലാണ്. കാരണം നമ്മൾ പിള്ളേർ സ്കൂളിലൊക്കെ പോണ ദിവസങ്ങളിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കാറില്ല. അപ്പോഴും എളുപ്പമുള്ള പരിപാടി അപ്പം, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പമൊക്കെ കുറച്ച് സമയം എടുക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നുണ്ടാക്കാമെന്ന് വെച്ചത്. റംസാന് നല്ല ഇഷ്ടമുള്ളതാണ് ഈ ഇടിയപ്പം. അപ്പം ഞാൻ ഇന്ന് ഇടിയപ്പത്തിന് കറിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ വെച്ചെടുത്തു. പക്ഷേ രീതി വേറെ ആയി. ഇപ്പോൾ നമ്മളിതിന് മഞ്ഞപ്പൊടി ചേർക്കത്തില്ലല്ലോ. ഞാനിത് ഇട്ടപ്പോൾ വന്നപ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ഇട്ടു. എനിക്ക് അറിഞ്ഞൂടാന്നല്ല, ഞാൻ മറന്നുപോയി. സാധാരണ എന്നും ചെയ്യുമ്പോൾ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വയ്ക്കുമ്പോൾ അങ്ങ് വെച്ച് പോയി. പിന്നെയാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. പിന്നെ എന്താ, കറിയൊക്കെ വേവിച്ച് സെറ്റാക്കിയതിന് ശേഷം നേരെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയിലോട്ട് കടന്നു. റിദാൻ എണീറ്റ് വരും മുമ്പേ ഇതെല്ലാം ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. റംസാനാണെങ്കിൽ ഈ മാവൊക്കെ കുഴച്ച് വയ്ക്കുമ്പോൾ എടുത്ത് കഴിക്കുന്ന ഒരു കള്ളശീലമുണ്ട്. അതിപ്പോൾ എവനും കണ്ടുപഠിച്ചിട്ടുണ്ട്. അതേപോലെ ഞാനിന്ന് മാവ് കുഴച്ചപ്പോഴും മാവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിന്നപ്പോഴല്ലേ അതിൽ വന്ന് കളിയായിരുന്നു. എനിക്കെങ്ങനെയെങ്കിലും ഇത് ചെയ്തൊന്ന് അടുപ്പിലാക്കിയാൽ മതിയെന്നായിരുന്നു. പിന്നെ ഇതൊന്ന് അടുപ്പിലാക്കിയതിന് ശേഷം നേരെ റംസാനെ കുളിപ്പിച്ചു. കാരണം അവനെ ഇന്ന് പള്ളിയുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് സെറ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇത് വേഗം കഴിക്കാൻ കൊടുത്തിട്ടങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും തന്നെ കാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഇങ്ങനെ ഇടിയപ്പം സ്പൂണിൽ ഇളക്കത്തില്ല. ഇങ്ങനെ ഒരു വലിയ പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് കമത്തി തട്ടും. അതാണ് എളുപ്പമുള്ള പരിപാടി, ഒന്നും അറിയണ്ട. പിന്നെ കാപ്പിയൊക്കെ കൊടുത്ത് സാറിനെ പള്ളിയിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നേരെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇവന് പള്ളിയൊക്കെ ഉള്ള ദിവസമായാലും സ്കൂളുള്ള ദിവസമായാലും എത്ര വിശന്നാലും ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിട്ടേ ഇരിക്കത്തുള്ളൂ കഴിക്കാൻ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ഇരുന്ന് സമാധാനത്തോടെ കഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.